ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടിക്കറ്റ് താൽക്കാലികമായിട്ട് പൗസ് ചെയ്ത് വെച്ചതോടെ ഒരുപാട് സംശയങ്ങൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിൽ അവർ കൃത്യമായിട്ട് ഒരു പ്രോമിസിങ് ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട്. പ്രീവിയസ്ലി വിൻ ചെയ്തിട്ടുള്ള ആൾക്കാർ പ്രൈസ് ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ, അതല്ലെങ്കിൽ മാർച്ച് മാസം വിൻ ചെയ്തിട്ടുള്ള ആൾക്കാർ പ്രൈസ് ക്ലെയിം ചെയ്യാനുണ്ട്, അവർക്കൊക്കെ പ്രൈസ് ലഭിക്കുമോ എന്നുള്ള രീതിയിലുള്ള സംശയങ്ങളുണ്ട്. അവർ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ടിക്കറ്റ് പൗസ് ചെയ്ത് വെക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഡ്രോയിൽ നിങ്ങൾ വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രൈസ് ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷന്റെ ഉള്ളിലുള്ള പീരീഡ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രൈസ് ക്ലെയിം ചെയ്യാൻ പറ്റും. മാർച്ച് മാസം വിൻ ചെയ്തിട്ടുള്ള വിന്നർക്കും പ്രൈസ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. ആ കാര്യം മനസ്സിലാക്കുക. അതല്ലാതെ ഇപ്പൊ താൽക്കാലികമായ ഒരു പൗസ് ചെയ്ത് വെച്ചത് കൊണ്ട് ഈ മാർച്ച് മാസം വിൻ ചെയ്ത ആൾക്കാർക്ക് പ്രൈസ് ലഭിക്കില്ല, അതല്ലെങ്കിൽ പ്രീവിയസ്ലി കഴിഞ്ഞ മാസം വിൻ ചെയ്തിട്ടുള്ള ആൾക്ക് പ്രൈസ് ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ ലഭിക്കില്ല എന്നുള്ള സംശയമുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്. അവർ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. വിൻ ചെയ്തിട്ടുള്ള പ്രീവിയസ് വിന്നർക്ക് എല്ലാവർക്കും അവർ സെറ്റിൽഡ് ചെയ്യും. ആ കാര്യം മനസ്സിലാക്കുക. മാർച്ച് മാസം ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ നിങ്ങൾ വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഏപ്രിൽ 3-ാം തീയതിയാണ് അതിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുക, നിങ്ങളാണ് വിൻ ചെയ്തതെങ്കിൽ ആ ഒരു പ്രൈസും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ആ കാര്യം മനസ്സിലാക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളെ സപ്പോർട്ട് അറിയിക്കുക. അടുത്ത വീഡിയോ വരെ ബൈ.